എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനലി സൺഡേ റൈഡ്. കാലത്ത് 6 മണിക്ക് 100 കിലോമീറ്റർ. ഫ്രീ ഫുഡ്, ഫ്രീ അസിസ്റ്റൻസ്, ഫ്രീ ടെക്നീഷ്യൻ സപ്പോർട്ട്, പിന്നെന്താ എല്ലാം സെറ്റ്. നമ്മൾ പോയാൽ മതി റൈഡ്. ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുന്നിലാണ്. അഹല്യ ഗ്രൂപ്പ് നടത്തുന്ന ചെറിയൊരു റൈഡാണ്. സ്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ റൈഡേഴ്സ് വരുന്നുണ്ട്. തൃശ്ശൂർ ഓൾ കേരള എന്ന് പറയാൻ പറ്റില്ല, തൃശ്ശൂരിലത്തെ എല്ലാ ക്ലബ്ബുകാരും ഉൾപ്പെടുന്ന ഒരു റൈഡാണ്. ഒരു 90+ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടീം വരുന്നത്. എന്തൊക്കെയാണ് പരിപാടികൾ, കാര്യങ്ങൾ ഇതിലൊന്ന് ഹായ് പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻട്രോ എടുക്കാൻ വരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബൈക്ക് ടോഡിൻ്റെ എപ്പെക്സ് പുതിയ ബൈക്കും കൊണ്ടാണ് റൈഡ് ചെയ്യണത്. ഹായ് 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 ഹലോ 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 ഹായ് 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 ഹായ്. അയ്യോ പിന്നെ എന്തിട്ടത്? എപ്പത്തി പാലക്കാട് അതന്നെ നമ്മൾ പൊളിക്കും. അല്ല നമ്മളും പൊളിക്കും. അപ്പോൾ സോറി, പാലക്കാടല്ല, വിട്ടുപോയി. സോ ഇവിടെ അസിസ്റ്റൻസ് പരിപാടികൾ. നിങ്ങൾ ദുബായിന്ന് എപ്പോൾ വന്ന്? സോറി, സൗദിയിൽ നിന്ന്. എല്ലാം നാക്ക് വഴക്കാണല്ലോ. അവിടെ പോയിട്ട് പാലക്കാട് പോയി പറഞ്ഞു. എപ്പം 2 മാസമായി എത്തിയിട്ട്? ഓക്കെ 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 ഓക്കെ. നമ്മുടെ അതൊന്നും കുഴപ്പമില്ല. സിൽവർ സ്പോക്സ് പുതിയ 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 വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക് നിങ്ങള്. അല്ലല്ല, അത് നോക്ക്. റോഡ് ബൈക്ക് എടുത്ത് സാധനം നോക്കി നോക്ക് കേട്ടോ. അഭിപ്രായം കേൾക്കണം എനിക്ക്. എന്താണ് ഒപ്പിടണം. എന്നിട്ടത് ജോയൽ അല്ലല്ല, ഒപ്പിടണേക്കാട്ടും മുന്നേ എനിക്കൊരു കാര്യം ഉറപ്പാണ്. അല്ലല്ല, ബസ്സിൽ കൊണ്ടുവരില്ല. എന്റെ തിരിച്ച് ആലോചിക്കാതെ എനിക്ക് ഉറപ്പ് വേണട്ടാ. തിരിച്ചെന്നെ ബസ്സിൽ തിരിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കണത്. എവിടെയാ ഒപ്പിടേണ്ട ആള്? അല്ല കാര്യമായിട്ട് ബസ്സിൽ കൊണ്ടുവരില്ല തിരിച്ച്. ഞാനാ ഒറ്റ വാക്ക് കേട്ടിട്ടാണ് ഇത് ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കണത്. ഗൈസ് അസിസ്റ്റൻസ് ഞാനല്ലേ തിരിച്ച് 90 കിലോമീറ്റർ തിരിച്ച് ഓടാൻ എനിക്ക് വലിയ ഇതില്ല. അപ്പോൾ തിരിച്ച് ബസ്സിലായിരിക്കും വണ്ടി കയറ്റി വിടുന്നത്. കാരണം 90 തിന്നിട്ടത് മനുഷ്യനല്ലേ. അപ്പോൾ ഇത് ഒപ്പിട്ടിട്ട് സൈസ് ഇവിടെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ ആഹാ ആഹാ, കുറേ ഉണ്ടല്ലോ, അടിപൊളി. ഇത് എത്ര പേരുണ്ടോ മൊത്തം? 90 പേരിന് പ്ലസ് ഉണ്ട്. ഇപ്പൊ എത്ര പേര് വന്നിട്ടുണ്ടാവും അറിയോ? ഏകദേശം ഓരോത്തിനും ഓരോ ലിസ്റ്റ് ആണല്ലേ. 90+ എന്തായാലും ഒരു 70 എന്തായാലും നോക്കാം കേട്ടോ. ഇവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. SSL 7 മണിക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ റൈഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. റൈഡിനെക്കാട്ടും ഉപരി എല്ലാവരുമായിട്ട് ജസ്റ്റ് ഒന്ന് നെറ്റ്വർക്കിംഗ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇത് വരുന്നത്. കാരണം എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. തൃശ്ശൂരിലത്തെ എല്ലാ ക്ലബ്ബിൽ നിന്നും കമ്പൈൻ ചെയ്തിട്ടുള്ള റൈഡാണ് കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദ ഏറ്റവും കുറേ ആൾക്കാരുള്ള ഒക്കെ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ. നമ്മുടെ സാധന ജംഗമ വസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇനി വീണ്ടും റീഫിൽ ചെയ്യാൻ പറ്റുമോ? സാധന ജംഗമകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ട് ഊരിയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ ഇടേണ്ടി വരും തോന്നുന്നുണ്ട്. നോക്കട്ടെ. റൈഡ് പയ്യെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്താൽ മുന്നിലുണ്ടാവും. നമ്മുടെ റൈഡ് ആരംഭിച്ചിട്ടുണ്ട്. പയ്യെ ഫ്ലാഗ് ഓഫ് പരിപാടികൾ, ആംബുലൻസ് കാര്യങ്ങൾ, ഫുൾ അസിസ്റ്റൻസ് തുടങ്ങാറായ. ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. സ്കോട്ട് സ്പീഡ്സ്റ്റർ അല്ലേ? സ്പീഡ്സ്റ്റർ. അപ്പോൾ നമ്മൾ പയ്യെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ലൈനപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്താ അവിടെ ക്രാഡിയാക്ക്, നമ്മൾ ഓൾ കേരള ചെയ്ത വണ്ടി അവിടെ ഉണ്ട്. ബറ്റാലിയൻ്റെ ഒരു റോഡ് ഇരിക്കുന്നുണ്ട്. റോക്ക് റൈഡർ, സ്പീഡ്സ്റ്റർ. ഹായ് പറഞ്ഞ ഹായ് ഹായ് ഹായ്. ഇവിടെ മാറിൻ്റെ ഒരു 4 കോർണർ ഇരിക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. അവിടെ ഒരു പോളിഗൻ്റെ സ്ട്രാറ്റോസ്, ബെർഗാമോണ്ട് ഗ്രാൻഡൻസ്, ട്രക്കിൻ്റെ ഒരു പ്രീമിയം ബൈക്കുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ ബൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എടാ ഇതും വെച്ചിട്ട് നീ 90 കിലോമീറ്റർ സമ്മതിക്കണടാ. സമ്മതിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പൊളിക്ക്. ക്രാഡിയാക്കിൻ്റെ ബ്ലാക്ക് പാന്തർ, അത് ബ്ലാക്ക് നിഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് കേട്ടോ. എൻ്റെ മോനെ സമ്മതിക്കണം അവനെ. ഇവിടെ ജയന്റ്. ഹായ്, ഇത് ജോയല. ഹായ്, വീഡിയോസ് കാണാറുണ്ടോ? താങ്ക് യു സോ മച്ച്. ഉളുപ്പുണ്ണി അടിപൊളിയാ. കേരളത്തിലത്തെ ബൈക്ക് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാ. കുറച്ച് കൺട്രോൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. വയനാടും അടിപൊളിയാ. അവിടെ ഞാൻ ഫോട്ടോസ് കണ്ട അത്ര മെയിൻറ്റൈൻഡ് അല്ലാന്ന് തോന്നിയിരിക്കും. വയനാട് വേറെ ഇതൊന്നുമില്ല.
സോ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ? എനിക്ക് തോന്നിയ സസ്പെൻഷൻ ഫ്രണ്ടിലത്തെ കണ്ടപ്പോൾ. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ഏതാ വരണേ? ഇത് ഫിലിപ്പീൻസിൽ നിന്നാണല്ലേ. ജയന്റിന്റെ ടാലോൺ ഗൈസ്. പക്ഷെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ കണ്ട. ഓക്കെ 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 കണ്ട. അതിന്റെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ കണ്ട. എന്താ പേര് അതിന്റെ ഫ്രണ്ടിലത്തെ? സാക്വിറ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ല ലൈക്ക് ലുക്ക് നല്ല ഇതുണ്ട്, ഭംഗിയുണ്ട് അത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇതുകൾ വരുന്നത് കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ റൈഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സംഭവമായി നമവാദം 90 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കാണണം കേട്ടോ. ഇല്ലല്ല ബസ്സിനാ. അപ്പൊ എന്തേ അതൊന്നുമില്ല, പറ്റുന്നില്ല. എന്തിട്ട് 90 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് ചവിട്ടാനേ ബെസ്റ്റായിട്ടുണ്ട്. ഏത് ഒരു നടപടി ആവില്ല കേട്ടാ. ഇതേതാ വണ്ടി? മാർലിൻ്റെ അല്ലേ? മാർലിൻ്റെ RS മെർലിൻ ബോൺസായിക്ക്. ആ ഓക്കെ ഓക്കെ. ഇതിന് എത്രയാ വരണേ? ഇതിന് 71. 71. ഏതാ ഗ്രൂപ്പ് സെറ്റ്? സോറ ഗ്രൂപ്പ് സെറ്റ് വരണല്ലേ. 39,000 ഇത് ഓഫർ, ലോഞ്ചിങ് ഓഫർ. ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് 39 ഉള്ളൂ. ആലോചിച്ച് നോക്കി. റോഡ് ബൈക്ക് എന്താ പറയുക, റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വണ്ടി ഇറക്കിയപ്പോൾ ഞാൻ റൈഡിങ് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി എടുത്തതാ. ഏതാ? ഉണ്ട് വന്നിട്ടുണ്ട്. ടോളിൻ്റെയാ? അതെ, വായിച്ചു നോക്കതേ. ടോളിൻ്റെ തന്നെയാ. ടോളിൻ്റെ തന്നെയാ. അപ്പോൾ ഇത് റൈഡിങ് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഞാൻ സ്ട്രാവ് ഇടാമെന്ന് വിചാരിച്ചു. ഡൗൺലോഡിങ് ആവണല്ലോ കേട്ടോ. സ്ട്രാവ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം MTBകൾ ചവിട്ടി പോയിരുന്ന ഈ കാല് കൊണ്ട് നമ്മൾ റോഡ് ബൈക്ക് റൈഡ് ചെയ്യാൻ പോവാണ്. അതും 100 കിലോമീറ്റർ കേട്ടോ. സോ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. കാരണം MTB ആണല്ലോ നമ്മൾ റൈഡ് ചെയ്യണത്. അതിനെക്കാട്ടും അതേ പവർ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പറക്കും കേട്ടോ, റോഡ് ബൈക്കുകൾ. സോ സ്ട്രാവ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. സ്ട്രാവ് ഇട്ടിട്ട് വീഡിയോയുടെ എൻഡിൽ എനിക്ക് ബോധമുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം കാട്ടിത്തരാം കേട്ടോ. റെക്കോർഡ്, സൈക്ലിങ്, നോട്ടിഫിക്കേഷൻ, ആക്സസ് മോഷൻ, എലോ കൊടുത്തിട്ടുണ്ട്. സൈക്ലിങ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യം റൈഡിങ് ടൈം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. നല്ലൊരു ഇതായിരിക്കും കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും എത്ര കിലോമീറ്ററാണ് റൈഡ് ചെയ്തത്, എത്ര മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ കവറായെന്ന് ഫുൾ അറിയാൻ പറ്റും കേട്ടോ. സോ യാ, ഇങ്ങനെ ഓർമ്മയുണ്ടോ? എവിടെ അറിയൂ? എത്ര കാലമായി? ഒരു ഹായ് പറഞ്ഞു. ഗോവൻ സീരീസിൽ നമ്മുടെ പാർട്ട്ണറായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പോണ്. എങ്ങനെയുണ്ട് റൈഡും കാര്യങ്ങളൊക്കെ? കുറവാണ്. സെറ്റ് ഞാൻ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു. ഞാനും പിന്നെ അങ്ങോട്ട് ഇവിടെയൊക്കെ പോയി. ഓക്കെ. ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ സംസാരിക്കട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ബുള്ളറ്റിൽ ഫുൾ അസിസ്റ്റൻസ് ആട്ടത്. ആ ബൈക്കിൽ പോകുന്നത് ഫുള്ള് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഹക്കീം ആള് പുതിയ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ സൈഡിൽ വണ്ടികൾ പോണതൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ. ഗൈസ്, നമ്മൾ റൈഡേഴ്സ് തമ്മിൽ ഭയങ്കര ഗ്യാപ്പായിട്ടോ. സോ കുറച്ച് കയറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഭയങ്കര ബാക്കിലായി. ആരും മെയിൻ പാക്കിന്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടോ. പിടിക്കാം, ലെറ്റ്സ് ഗോ. എന്തായി? അതെ, ഒന്നുമില്ല, ഞങ്ങൾക്ക് റൈറ്റ് പിടിച്ചാലേ ശരി. സുഹൃത്തുക്കളെ, ഇവരെല്ലാരും കട്ട് ചെയ്യാൻ നിൽക്കുന്നതാണ്. ഷോർട്ട് കട്ട് നോക്കി വരണത് ഇനി. അതെ, കാരണം കുറെ ഗ്യാപ്പായിട്ടോ. ഇവിടെ കുറച്ച് റൈഡേഴ്സ്, ബാക്കിൽ കുറച്ച് റൈഡേഴ്സ്, ഫ്രണ്ടിൽ കുറച്ച് റൈഡേഴ്സ്. ആ ഒരു പാക്ക് നഷ്ടപ്പെട്ടു.
അല്ല അവരെ ബാക്കിലൂടെ പോയാൽ മതി പറഞ്ഞേക്കണേ ഒലേറെ ബാക്കില്. ഗൈസ് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാ. പഴമുണ്ട്, ഓറഞ്ചുണ്ട്, ഫുള്ള് റീഫ്യൂൽ ചെയ്തിട്ട് വേണം. ഓറഞ്ച് ഉണ്ട്, അതെ. ആദ്യത്തെ റീഫ്യൂലിങ് ഞാൻ മറ്റേ കട്ടിങ് ആയ കാരണം നേന്ത്രപ്പഴമൊന്നും കഴിക്കലില്ല കേട്ടോ. ഏതാ? അതെ, എൻ്റെ പെണ്ണ് കട്ട് ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ. എടാ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് അതിന്റെ എണ്ണയാക്കോടെ അടക്കി വരുന്നു. അപ്പൊ കുറെ നാളായി ഇതൊക്കെ കഴിച്ചിട്ട് നേന്ത്രപ്പഴം. ഇതിൽ പിന്നെ എല്ലാ കാലറിയും നല്ലോണം വേണമായി പൊക്കോളും. സോ അടുത്ത് കൊടുക്കട്ടെ ഓറഞ്ച്. എന്തെങ്കിലും കുറച്ച് കേട്ടോ, തെറ്റ് മതി. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. 4 ബൈക്കേഴ്സ് അസിസ്റ്റൻസിനുണ്ട്. പിന്നെ ഒരു ജിമിനി ഉണ്ട്, ഒരു ബൊലേറോ ഉണ്ട്, 2 ആംബുലൻസ് ഉണ്ട്. മോനെ റിച്ച് റൈഡ് അല്ലേ? റിച്ച് റൈഡാണ്. ഏതാ മൂട് ഇന്ന് എത്തോ പാലക്കാട് എന്നുള്ളത് സംശയമാണ്. ഈ റൈഡാണെങ്കിൽ കേട്ടോ, പയ്യെ പോണുള്ളൂ നമ്മള്. ഇനിയിപ്പോൾ ആ ഹൈവേയിലൊന്ന് കയറിയിട്ട് വേണമെന്ന് നീങ്ങാൻ വേണ്ടിയിട്ട്. റോഡും അതിൻ്റെ ഇടയിൽ നല്ല മോശാട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാവും എന്നുള്ളത്. ഞാൻ മാസ്കൊക്കെ എടുത്തിട്ടു മുഖത്ത് മാസ്കും ബാക്കി സാമഗ്രികളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. കംഫർട്ടബിൾ ആട്ടോ ബൈക്ക്. ആക്ച്വലി രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ റൈസല്ല. ആ ഇടയ്ക്ക് ഇങ്ങനെ കൗണ്ടറും കേക്കാട്ടോ. അതെ, സിംഗിൾ ലൈൻ പോകാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയായി. സോ സിംഗിൾ ലൈൻ. ഏറ്റവും വലിയ ടീത്ത് 50 ടീത്താണ് വലുത് വരണത്. ഫ്രണ്ടിൽ 2 ഗിയർ വരണം കേട്ടോ. സോ ബാക്കിൽ പിന്നെ 9 സ്പീഡ്. കയറ്റം കയറാനും കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണ്, കുഴപ്പമില്ല. ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. വന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയണത് കേട്ടോ, റൈഡിങ് എക്സ്പീരിയൻസ് സെറ്റ്, സ്മൂത്തായിട്ട് കയറി പോവാട്ടോ. ഇതെൻ്റെ ആദ്യത്തെ ലോങ്ങസ്റ്റ് റൈഡാന്നുണ്ട് റോഡ് ബൈക്കിൽ. അതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് റൈഡാ അതേട്ടാ. റോഡ് ബൈക്കിൽ ഇത്രയും ദൂരം ഞാൻ പോയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റത്തെ റൈഡായിരിക്കും ഇത്. റോഡ് ബൈക്കിൽ ആദ്യമായിട്ട് ഇത്രയും ദൂരം ആദ്യമായിട്ടാ. 90 കിലോമീറ്റർ. ഇതിന് 46,000 രൂപ, 39,000 രൂപയ്ക്ക് ഞാൻ ഗോഡൗണിൽ നിന്ന് എടുത്ത് തരും. ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ്, അലോയ് ഫ്രെയിം, ടെക്ട്രോൻ്റെ ബ്രേക്ക്. 39,000 രൂപ. നേരിട്ട് വന്ന് എടുക്കുകയാണെങ്കിൽ അതിനേലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. റേറ്റ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് 39. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്, ഫസ്റ്റ് അല്ല, കുതിരാനെത്തിയപ്പോൾ ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കണേ, റൈഡ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടോളൂ തന്നെ. ഫോൺ തരാം. കുതിരാനിലെത്തിയിട്ടോ. എല്ലാവരും മൂത്രം വയ്ക്കണല്ലോ. പുതിയ അടവ് പിടിച്ചുട്ടാ. നമ്മളാണിപ്പോൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ബൊലേറോയുടെ ബാക്കിൽ
സുഖമായിട്ട് ചേസ് ചെയ്ത് ഇങ്ങനെ പോവാട്ടോ. കാറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ, അറിയാത്ത വണ്ടിയിലൊന്നും ആരും പോയി ഇത് ചെയ്യരുത്. നമ്മുടെ വണ്ടി തന്നെയാണ്, അതേ സ്പീഡിൽ തന്നെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ സാധനം സെറ്റ് കൊള്ളാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പോയാൽ മതി, അടിപൊളി. ഇനി അടുത്തത് മിക്കതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റോപ്പായിരിക്കും. വേറെ ഇനിയിപ്പോൾ ഒന്ന് അയ്യോ വേറെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. വെയിലായി തുടങ്ങി കേട്ടോ, മഴക്കാരെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. വടക്കാഞ്ചേരി എത്തി. ഞാൻ ഫസ്റ്റ് ബെഞ്ചിൻ്റെ ഒപ്പം തന്നെ ഞാനും ഇപ്പോൾ റൈഡ് ചെയ്യണത്. 22 ആവറേജ് സ്പീഡ് വരണേ. ഡിസ്റ്റൻസ് 33 കിലോമീറ്റർ ആയിട്ടോ, 33 കിലോമീറ്ററായി. ഓ, ഇവിടെയൊക്കെ സ്ട്രാവയുടെ ഇതുണ്ട് കേട്ടോ, റൈഡ് ചെയ്തിട്ട് മാപ്പ് സ്ട്രാവയുടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ ഉണ്ട്. ആദ്യം എത്തിയവർ ആദ്യം റെസ്റ്റ് എടുക്കുന്നു. 33 കിലോമീറ്റർ, 22 ആവറേജ് സ്പീഡ് കേട്ടോ. ഫുഡടി പരിപാടികൾ ഗോയിങ് ഓൺ ആസ് യൂഷ്വൽ. ഇവിടെ ഒരു വടക്കാഞ്ചേരിയിൽ മയൂക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. ഇവിടെയാണ്, മയൂകയിലാണ് നമ്മുടെ ഭക്ഷണം ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് വേറെ കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. അമ്പമ്പോ കൊള്ളലോ. അയ്യോ, ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, സോറി. എവിടെ മുഖം നോക്കട്ടെ. ഫുഡടി പരിപാടികൾ നോക്കട്ടെ ഗൈസ്. ആഹാ, വെള്ളം ഉണ്ടല്ലോ കേട്ടോ. അതെ, പറഞ്ഞോ, എന്താണ് കഴിക്കുന്നത്? അല്ല, വേറെ എന്ത് വേണം? ഞങ്ങൾ ഫുഡ് എല്ലാവരും എടുത്തിട്ടുണ്ട്. 3 അപ്പം, 1 മുട്ട, ചായ, കാര്യങ്ങൾ ഇവിടെ. നിങ്ങളുടെയൊക്കെ കഴിഞ്ഞാ? അതെ, വ്ളോഗ് ചെയ്ത് വരുമ്പോഴേക്കും സാധനം കഴിയൂട്ടോ. വേണമെങ്കിൽ കഴിച്ചിട്ട് വരാൻ. കഴിക്കട്ടെ കേസ്. എടാ ഇന്നെ വീട്ടിൽ എന്തിട്ട് പറഞ്ഞിട്ടോ വന്നോളാ നീ? വീട്ടിൽ എന്ത് പറഞ്ഞതാ വന്നോണേ? ഇത്രയും കിലോമീറ്റർ ഓടിക്കാൻ വീട്ടിൽ എന്നിട്ട് പറഞ്ഞേ? ആരൊക്കെ ഉണ്ട്? ഒപ്പം ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടോ? എടുത്താണ് പൊക്കോ. എത്ര വയസ്സുണ്ട്? 11 വയസ്സ്. ദൈവേ, 11ാമത്തെ വയസ്സിൽ എന്നെ വിടും വീട്ടിൽ നിന്ന് 100 കിലോമീറ്റർ? 11ാമത്തെ വയസ്സിലാ? ഞാൻ പോയിട്ടില്ല ഗൈസ്. 11ാമത്തെ വയസ്സിൽ 100 കിലോമീറ്റർ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ. നിങ്ങളാണോ ലോക്കൽ ഗാർഡിയൻ? 11 വയസ്സായിട്ടുള്ളോ? 100 കിലോമീറ്റർ ഓട്ടാവുന്നിരിക്കുക. ഏതാ മൂഡ്? ഗൈസ്, നിർത്തലില്ല കേട്ടോ. കടയാണ്. നമ്മളിപ്പോൾ ലുലുവിൻ്റെ അവിടെ എത്തി. ഓർബിയൻ്റെ ഏതാ മോഡൽ ബ്രോ? M30. ഇപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ റൈഡ് ചെയ്യണത്. പാലക്കാട് ലുലു അല്ലേ? അതെ, പാലക്കാട് ലുലു എത്തിയിട്ടുണ്ട് കേട്ടോ. ഓനെ വേറെ മൂഡ് ഗൈസ്. നിങ്ങളൊരു റോഡ് ബൈക്ക് നോക്കുന്നുണ്ട്, വലിയ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാട്ടോ ലോറി. ഇവിടെ പാലമ്പഴി അവിടെ ഫ്രണ്ടിൽ ചരലുണ്ടേ. പാലമ്പഴി നടക്കണ കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. പോയി കട്ട് ചെയ്ത് കയറാനും പറ്റില്ല കേട്ടോ, അവിടെ നല്ല ചരലാ. സീൻ ഗൈസ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ബഡ്ജറ്റായിട്ട് അത്യാവശ്യം ഏറ്റവും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ റോഡ് ബൈക്ക് എപ്പെക്സ്
എൻ്റെ മോനെ കട്ട് ചെയ്തോ. ലുലു എത്തിട്ടോ. ഓ ഷിറ്റ്. ഓ പെട്ടു. നല്ല പൊടിയേ. ലുലു മാൾ ഇനി ഒരു 30 കിലോമീറ്റർ. നമ്മൾ ഏകദേശം വാളയാറ് ബോർഡറിലേക്കാണ് പോണേ കേട്ടോ. ബോർഡർ ഏരിയയിലേക്കാണ് പോണേ. നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റത്തെ ഇത് കിലോമീറ്ററാണ്. സ്റ്റിൽ നിങ്ങൾ ആ വ്യൂ നോക്കിയേ. ഇങ്ങനെയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യൂ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. അടിപൊളി അല്ലേ. എൻ്റെ ഒപ്പം ജിൻഡോ ചേട്ടനുണ്ട്, നമ്മുടെ തൃശ്ശൂർ JK സൈക്കിൾസിൻ്റെ ആളുണ്ടാ. ഞങ്ങൾ രണ്ടുപേരും റൈഡ് ചെയ്യണത്. ആ കോടയും മൊത്തത്തിൽ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഉള്ള വ്യൂ കാണുമ്പോഴേ ഇതാണ് അൾട്രാ വൈഡ് വ്യൂ. അടിപൊളി. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം 5 കിലോമീറ്ററോടെ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്കുള്ളൂ. അവിടെയാണ് നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി വരുന്നത് കേട്ടോ. ഫിനിഷിങ് അവിടെയാണ് വരുന്നത്. ഇല്ല പറഞ്ഞിട്ടില്ല ആരോ. സോ ഓൾമോസ്റ്റ് 95% ഫിനിഷ് ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് 1, 2, 3, 4, 5 റൈഡേഴ്സ് മാത്രം ഇവിടെ എത്തിയിട്ടുള്ളൂ ഫസ്റ്റ്. ബാക്കി ഒരു 15 മിനിറ്റ് ബാക്കിലാണ് അവർ. സോ ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുകയാണ് ലാസ്റ്റത്തെ ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം കാശ്മീർ യാത്ര കഴിഞ്ഞ പിന്നെ ഈ ഒരു യാത്ര ഇത്രയും കിലോമീറ്റർ കേട്ടോ. സോ സാധനവും കുഴപ്പമില്ല കേട്ടോ. വണ്ടിയും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോരാനും പറ്റുന്നുണ്ട്. വണ്ടി എവിടെ വെച്ച് ഓക്കെ അവിടെ വെച്ചാൽ സെറ്റ് കേസ്. നമ്മുടെ ബൈക്ക് FX ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈഡ് ഓൾമോസ്റ്റ് ഫിനിഷായി. 80 ചില്ലറ കിലോമീറ്ററാണ് നമുക്ക് ഇത് റൈഡ് ചെയ്തത്. ആ ഒരു റൈഡിങ് വെളിച്ചത്തിൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ. അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നമ്മളിപ്പോൾ അഹല്യ ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലേക്ക് വന്നില്ല, ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് കേട്ടത് ഒരു 1500 ഇതുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. 1500 ഏക്കർ സ്ഥലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യണത്. ഇവരുടെ ആയിരുന്നു സ്പോൺസേർഡ് ട്രിപ്പായിരുന്നു ഇത് വരുന്നത്. ദാഹല്യ ഐ ബാങ്ക് ഗിഫ്റ്റ് ഐ ലൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന റൈഡായിരുന്നു കേട്ടോ. അടിപൊളി റൈഡായിരുന്നു. സപ്പോർട്ടായാലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടോഡായാലും FX ആയാലും ഈ സാധനം എന്തായാലും ഞാൻ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം നല്ലൊരു ബൈക്കാണ്. എൻ്റെ അഭിപ്രായം ഞാൻ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണ്ടേ. നല്ല വണ്ടി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം. എൻട്രി ലെവൽ കാറ്റഗറിയിൽ. സോ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറാം സുഹൃത്തുക്കളെ. അടിപൊളി. ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കാം വെറുതെ. ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കണേ. അങ്ങോട്ട് നീങ്ങേ. ഞാനിരിക്കട്ടെ മാറി സെറ്റ്. ഇവിടെ ഇരിക്കാൻ സുഹൃത്തുക്കളെ. വേറെ ആർക്കൊക്കെ കുറേ പഞ്ചറൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ വരണുള്ളൂ. ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ എത്രയും പേര് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യെസ് ഗൈസ്, സൈക്കിളൊക്കെ ഞങ്ങൾ ഒരു വണ്ടിയിൽ കയറ്റി ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൈക്കിളെല്ലാം കൂടിയിട്ട് ഇവിടെയും കയറ്റി ബസ്സിലും കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് റൈഡേഴ്സ് ഉള്ള കാരണം ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുള്ള് ആൾക്കാർ കയറി നേരെ തൃശ്ശൂർക്ക് പോകാൻ കേട്ടോ. ഞങ്ങളുടെ റൈഡ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല രീതിയിൽ തല പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. തലവേദന വെയിൽ കൊണ്ടിട്ട് കുറേ നാൾക്ക് ശേഷമാണ് വെയിൽ കൊണ്ടത് കേട്ടോ. സോ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. റൈഡ് വൈൻഡ് അപ്പ് ചെയ്തു. കിടലൻ റൈഡായിരുന്നു. നല്ലതാണ്. എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തു. പാലക്കാട് കോയമ്പത്തൂർ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇതിൽ നിന്ന് നമ്മൾ പോകാൻ കേട്ടോ. തിരിച്ചു പോകാണ് വീട്ടിലേക്ക് തൃശ്ശൂർക്ക്. സൈക്കിളും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് അവിടെ വെച്ചു. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടലൻ വ്ളോഗായിട്ട് കാണാം. സ്റ്റിൽ ദെൻ ബൈ.